ഇത് ഡോഡോ. കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യരുടെ കയ്യിലിരിപ്പ് കൊണ്ട് വംശനാശം സംഭവിച്ച ഒരു പക്ഷി. എന്നാൽ ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യരും ഇതേപോലെ തന്നെ വംശനാശം സംഭവിച്ച് ഇല്ലാണ്ടായേനെ. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് മനുഷ്യര് ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. ഈ സംഭവം സംഭവിക്കുന്നതിന് മുമ്പ് മനുഷ്യര് ഭൂമിയിൽ രാജാക്കന്മാരെ പോലെ വാഴുകയല്ലായിരുന്നു. പകരം മനുഷ്യര് ഓരോ ദിവസവും സർവൈവ് ചെയ്യാൻ വേണ്ടി പെടാപ്പാട് പെടുകയായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ഷെൽട്ടറിന് വേണ്ടിയിട്ടും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ആ കാലത്തെ മനുഷ്യര് ജീവിച്ചിരുന്നത്. ഇപ്പോഴത്തെ ആഫ്രിക്കയിലും ഏഷ്യയിലുമായിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് മാത്രമായിരുന്നു മനുഷ്യർ നമ്മുടെ ഭൂമിയിൽ സർവൈവ് ചെയ്തിരുന്നത്. അന്ന് സിറ്റികളോ ടെക്നോളജികളോ കൂട്ടായ്മയോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഓരോരോ ദിവസം സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ മനുഷ്യരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു സംഭവം സംഭവിക്കുന്നു. മനുഷ്യരെ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ കരുത്തുള്ള ഒരു ഇവന്റ് ആയിരുന്നു അത്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിക്കുള്ളിൽ ഒരു സംഭവം വിങ്ങി മുട്ടി നിൽപ്പുണ്ടായിരുന്നു. ഏത് നിമിഷവും ഭൂമിയുടെ പുറത്തേക്ക് ചാടി വരാൻ കേൾപ്പുള്ള ഒരു സംഭവം. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഇത്രയും വർഷങ്ങൾ കൊണ്ട് ബിൽഡപ്പ് ആയിരുന്ന ആ ഒരു പ്രഷർ ഒരു വോൾക്കാനിക് ഇറപ്ഷന്റെ രൂപത്തിൽ പൊട്ടിപ്പുറപ്പെടുവിച്ചു. ആദ്യം അതൊരു പൊട്ടിത്തെറി മാത്രമായിരുന്നു. പിന്നീട് അതൊരു വലിയ വോൾക്കാനിക് ഇറപ്ഷൻ ആയിട്ട് മാറുകയും ചെയ്തു. 70,000 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ചത് കേവലം ഒരു വോൾക്കാനിക് ഇറപ്ഷൻ മാത്രമായിരുന്നില്ല. ഈ ലോകത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു സംഭവമായിരുന്നു അത്. ഹിറോഷിമയിലിട്ട അണുബോംബിനെക്കാളും ആയിരക്കണക്കിന് ടൈംസ് പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു അന്ന് സംഭവിച്ചത്. ഇതിന്റെ ആഘാതം കാരണം കരിയും പുകയും എല്ലാം അറ്റ്മോസ്ഫിയർ മുഴുവനും നിറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ സർഫസിലേക്ക് സൂര്യപ്രകാശം തീരെ ലഭിക്കാത്ത ഒരവസ്ഥ വന്നെത്തി. അങ്ങനെ കുറെ ആഴ്ചകൾ മുന്നോട്ട് പോകുന്നു. ആകാശം മുഴുവനും ഇപ്പോ ഒരു ഗ്രേ കളറാണ്. അങ്ങനെ ആഴ്ചകൾ മാസങ്ങളായിട്ട് മാറുന്നു. ഇത്ര അധികം സമയം മുന്നോട്ട് പോയിട്ടും ആകാശം ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. അതിന്റെ അർത്ഥം ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിച്ചിട്ട് ഇപ്പൊ മാസങ്ങൾ കഴിഞ്ഞു. ഇതിന്റെ അർത്ഥം എന്തെന്നാൽ ജീവന്റെ ഫൗണ്ടേഷൻ അവിടെ ഇല്ലാണ്ടാവുന്നു എന്നുള്ളതാണ്. ഇവിടെ ആദ്യം ഇല്ലാണ്ടായത് ചെടികളാണ്. പിന്നെ ഈ ചെടികളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു വന്ന ആനിമൽസും പയ്യെ പയ്യെ ഇല്ലാണ്ടായി തുടങ്ങി. പിന്നീട് ആ വിധി പയ്യെ പയ്യെ അന്ന് ജീവിച്ചു വന്ന മനുഷ്യരിലേക്കും എത്തുന്നു. ഇപ്പോഴത്തെ ക്ലൈമറ്റ് മോഡൽസും സ്റ്റഡീസും സജസ്റ്റ് ചെയ്യുന്നത് അന്ന് സംഭവിച്ചത് ഒരു വോൾക്കാനിക് വിന്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ സൂര്യപ്രകാശം തീരെ ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ വളരെയധികം കുറയുന്ന ഒരവസ്ഥ. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഒരു വിന്റർ സീസണ് സമാനമായിട്ടുള്ള കാലാവസ്ഥ ഭൂമിയിൽ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഇതിനെ വോൾക്കാനിക് വിന്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ വച്ചാണ് ഈ ഒരു സംഭവം വളരെയധികം ഡിസ്റ്റർബിംഗ് ആവുന്നത്. അതായത് ശാസ്ത്രജ്ഞന്മാർ ഹ്യൂമൻ DNA, മനുഷ്യരുടെ DNA എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും വളരെയധികം സിമിലർ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ മനുഷ്യർ ഇത്ര അധികം വർഷങ്ങളായിട്ട് ഭൂമിയിൽ സർവൈവ് ചെയ്തു വന്ന ഒരു സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ മനുഷ്യരുടെ DNA എന്തായാലും ഡൈവേഴ്സ് ആയിരിക്കണം. അതായത് എന്റെ DNAയും നിങ്ങളുടെ DNAയും ഇത്ര അധികം സിമിലർ ആയിട്ട് ഒരിക്കലും കാണരുത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയും വരണം. പക്ഷെ അങ്ങനെയല്ല നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ സയന്റിസ്റ്റുമാർ ഒരു അസംഷനിലേക്ക്, ഒരു തിയറിയിലേക്ക് വരുന്നു. അതായത് ഇപ്പോ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചു വരുന്ന ആൾക്കാരെല്ലാവരും ഒരു ചെറിയ ഗ്രൂപ്പ് ആൾക്കാരിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. സംഭവം എന്താ വെച്ചാൽ 70,000 വർഷങ്ങൾക്ക് മുന്നേ ഈ പൊട്ടിത്തെറി സംഭവിച്ചതിന് ശേഷം വളരെ ചുരുക്കം മനുഷ്യർ മാത്രമാണ് നമ്മുടെ ഭൂമിയിൽ സർവൈവ് ചെയ്തിട്ടുള്ളൂ. ചുരുക്കം എന്ന് പറയുമ്പോൾ കേവലം 1000-ഓ 2000-ഓ ആൾക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ ഭൂമിയിൽ ഇപ്പൊ ജീവിച്ചു വരുന്ന 8 ബില്യൺ ആൾക്കാരും ഈ പറയുന്ന 1000-ഓ 2000-ഓ ആൾക്കാരിൽ നിന്ന് ഉത്ഭവിച്ചതായിരിക്കാം. പക്ഷേ ഈ തിയറിക്ക് വേറൊരു കുഴപ്പമുണ്ട്. ഇതിന് ശാസ്ത്രപരമായിട്ട് ഒരുപാട് ബാക്കപ്പ് ഉണ്ടെങ്കിലും ആർക്കിയോളജിക്ക് വേറൊരു ഉത്തരമാണ് പറയാനുള്ളത്. ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ രാജ്യം ഉൾപ്പെടെ ഈ ലോകത്ത് പലയിടത്തും 70,000 വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യർ ടൂൾസ് ഉപയോഗിച്ചതായിട്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ക്ലൈമറ്റ് സയന്റിസ്റ്റുമാർ വിശ്വസിക്കുന്ന ഈ ഒരു തിയറി ശരിയാവണമെങ്കിൽ ആർക്കിയോളജി കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം തെറ്റായിരിക്കണം. അപ്പോ ഇവിടുത്തെ ഒരു ചോദ്യം എന്താ വെച്ചാൽ ആ ഒരു എക്സ്പ്ലോഷന് ശേഷം മനുഷ്യര് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം എക്സ്റ്റിങ്ഷന്റെ വക്കിൽ എത്തിയോ, അതോ ആ ഒരു എക്സ്പ്ലോഷനോട് മനുഷ്യര് അഡാപ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് ജീവിച്ചു വന്നിട്ടുണ്ടാവുമോ? മനുഷ്യര് വളരെയധികം ഫ്രജൈൽ ആയിരുന്നോ അതോ വളരെയധികം റെസിലിയന്റ് ആയിരുന്നോ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സംഭവിച്ചേക്കാവുന്ന കാര്യത്തിന്റെ 2 തിയറികളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഈ 2 തിയറിക്കും ശാസ്ത്രപരമായിട്ടുള്ള ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും പറയുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ആർക്കിയോളജി പറയുന്നത് പോലെ തന്നെ മനുഷ്യര് സർവൈവ് ചെയ്തിട്ടുണ്ടാവാം.
ഇവിടെ മനുഷ്യര് സർവൈവ് ചെയ്യാൻ കാരണം മനുഷ്യര് ആ ഒരു സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം. അന്ന് സൂര്യപ്രകാശം നഷ്ടപ്പെട്ടത് കൊണ്ട് മാസങ്ങളോളം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഭൂമിയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനോട് മനുഷ്യര് അഡാപ്റ്റ് ചെയ്ത് വന്നതായിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഒറ്റയടിക്ക് മനുഷ്യരുടെ എണ്ണം ആയിരങ്ങളിലേക്ക് കുറഞ്ഞു വരുന്ന ആ ഒരു സംഭവം അത് വെറും ഒരു തിയറി മാത്രമായിരിക്കാം. എന്ത് തന്നെയായാലും ഞാനിപ്പോ ഈ പറഞ്ഞതാണ് 100% ശരി, ഇതായിരിക്കും നടന്നത് എന്ന് എനിക്ക് ഒരിക്കലും വാദിക്കാൻ കഴിയില്ല. ശാസ്ത്രം ടെക്നോളജിയും എത്രയൊക്കെ വളർന്നു എന്ന് പറഞ്ഞാലും എന്തൊക്കെയാണ് നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. ചിലപ്പോ ഞാനും നിങ്ങളൊക്കെ ഒരു ഒറ്റ ആൻസിസ്ട്രിയിൽ നിന്ന് ഉണ്ടായി വന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോ നമ്മളെല്ലാരും വെവ്വേറെ ഗ്രൂപ്പിൽ നിന്ന് ഉത്ഭവിച്ച ആൾക്കാരായിരിക്കാം. എന്ത് വേണമെങ്കിലും ആയിരിക്കാം. എന്ത് തന്നെയായാലും നമ്മുടെ എല്ലാവരുടെയും DNA എന്തുകൊണ്ടാണ് ഇത്ര അധികം സിമിലർ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. 70,000 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഭൂമിയിൽ ഇത്തരത്തിലുള്ള ഒരു ഇവന്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുള്ള കാര്യമാണ്. അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡാറ്റ നമ്മുടെ കൈവശമുണ്ട്. ഇനി അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചൂടാ എന്ന് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി തരാൻ കഴിയില്ല. ഈ ഒരു പൊട്ടിത്തെറിയേക്കാൾ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ നമ്മുടെ ഭൂമിയിൽ ഇനി സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമോ? ക്ലൈമറ്റ് സയന്റിസ്റ്റുമാർ വിശ്വസിക്കുന്നത് പോലെ മനുഷ്യര് എക്സ്റ്റിങ്ഷന്റെ വക്കിലെത്തിയിട്ട് അവിടെ നിന്ന് ബ്രാഞ്ച് ചെയ്ത് ഉണ്ടായി വന്ന ഒരു സ്പീഷീസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ അങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? അങ്ങനെ ഒരുപാട് ചിന്തിപ്പിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മളെല്ലാവരും വെറും 1000-ഓ 2000-ഓ ആൾക്കാരിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് പല കാറ്റഗറി ആയിട്ട് നമ്മളെല്ലാവരും തിരിച്ചിരിക്കുന്നത്? നമ്മളെല്ലാവരും ബേസിക്കലി ഒരൊറ്റ പൂർവികരിൽ നിന്ന് വന്ന ആൾക്കാരായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഇപ്പോ ഈ മോഡേൺ യുഗത്തിലുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോ ഈ പറഞ്ഞ ഈ ഒരു ടോപ്പിക് വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഏകദേശം 9 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഇതേപോലത്തെ ഒരു ഇവന്റ് സംഭവിക്കുകയും കേവലം 1800ഓളം ആൾക്കാർ മാത്രമാണ് ഇത്രയും വലിയ ഭൂമിയിൽ ആകെ സർവൈവ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. അപ്പോ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.